ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. നമുക്കിപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്താ അത്? ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എന്താണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രണ്ട് ബോഡി, ഇതൊരു M1 ആണ്, ഇതൊരു M2 ആണെന്ന് വിചാരിക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് അത് നമുക്ക് 6 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലുള്ളൊരു ഫോഴ്സ്, ഇത് തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് G ഇൻറ്റു M1 M2 ബൈ R². M1 എന്താ, M2 എന്താണെന്ന് അറിയാമല്ലോ. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്, അതാണ് അതിൻ്റെ. പിന്നെ ചില കേസിൽ M1 M2 ഒക്കെ വളരെ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ടെണ്ണത്തിൻ്റെയും നമുക്ക് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസും എടുക്കാം. ദാറ്റ്സ് ഓൾ. എഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. കാരണം ഒരെണ്ണം റിപ്പൽഷൻ ഇല്ല, എല്ലാ മാസും തമ്മിൽ പരസ്പരം ഈ ഒരു ബോഡി എപ്പോഴും ഈ ഒരു M2-നെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതേമാതിരി തന്നെ M2 M1-നെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ M1 ഡ്യൂ ടു M2 ഈ സെയിം ആസ് ഫോഴ്സ് ഓൺ M2 ഡ്യൂ ടു M1. അതായത് ഇതിന്ന് ഇതിലേക്കുള്ള ഫോഴ്സ് ആണെങ്കിലും ഇതിന്ന് ഇതിലേക്കുള്ള ഫോഴ്സ് ആണെങ്കിലും രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. തിരിച്ചും മറിച്ചും വന്നെന്ന് പറഞ്ഞ ഫോഴ്സ് മാറില്ല, രണ്ടിൻ്റെ ഫോഴ്സ് സെയിം ആയിരിക്കും. അത് രണ്ടും അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഈ ഒക്കെ കാരണങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ വിചാരിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതിപ്പോൾ എയറിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ രണ്ട് ബോഡിയും അതിന് ഇടയ്ക്ക് നമ്മളൊരു മീഡിയം, അതിന് മീഡിയം ഫോഴ്സിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ബോഡിയുടെ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവാം, ചിലപ്പോൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ടാൽ പോലും ഈ ഫോഴ്സിന് മാറ്റം ഉണ്ടാവില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. അപ്പോൾ ഇത് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും, എപ്പോഴും അട്രാക്റ്റീവ് ആണ്, സെയിം ആയിരിക്കും. തിരിച്ചു മറിച്ചും ഉള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്താണ്, മീഡിയം. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. അല്ലെങ്കിൽ ചോദിക്കാം ഒരു രണ്ട് മാസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്ഫിയർ ഉണ്ട്, ബോളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ട്. ഇത് മെറ്റീരിയൽ മാറ്റി അത് ലിക്വിഡ് ആക്കിയാൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ ചോദിച്ചാലും അത് മീഡിയം മാറ്റിയത് കൊണ്ട് അത് മാറില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുക. ഈ ഇക്വേഷൻ അനുസരിച്ചുള്ള ചില പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതേമാതിരി ഒരു സാധനമാണ് ഇതെന്താണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, this is gravitational force, next is gravitational field. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വെച്ചാൽ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോഡി ഇങ്ങനെ ഇരിപ്പുണ്ട്, M1 എർത്താവാം, എന്ത് വേണമാവാം. അപ്പോൾ അതിന് ചുറ്റിനും ഒരു പർട്ടിക്കുലർ സ്പേസ് വരെ എന്താണ് അതിൻ്റെ ഒരു ഫീൽഡ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാവിറ്റിക്കും എല്ലാ ബോഡിക്കും അതിന് ചുറ്റിനും ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എന്ത് വന്നാലും അത് അതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഫീൽഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ആ സ്പേസിനകത്തുള്ള ഒരു ഫീൽഡ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും മറ്റേ പോയിന്റ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ ഒരു കിലോഗ്രാം മാസുള്ള ഒരു യൂണിറ്റ് മാസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിലേക്കുള്ള ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ, അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ എം, ആ യൂണിറ്റ് മാസ്. അപ്പോൾ എമ്മിനെ നമ്മൾ യൂണിറ്റ് മാസാക്കി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ G ഇൻറ്റു M1 M2-ന് പകരം നമ്മളൊരു യൂണിറ്റ് മാസ് വെച്ചു, ഡിവൈഡഡ് ബൈ R², അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ഈ എമ്മും ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് എന്താ, GM1 ബൈ R². സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് ചോദിക്കുന്നതെങ്കിൽ GM1 ബൈ R². ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ GM1 M2 ബൈ R². ആ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. G ഈസ് ഈക്വൽ ടു, അതെല്ലായിടത്തും സെയിം ആയിരിക്കും, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, ദാറ്റ് വാല്യൂ ഈസ് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ. അതിൻ്റെ യൂണിറ്റ് ഓർത്താൽ മതി. ഇപ്പോൾ G എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കുക, ഈ കേസിൽ G ഇതാണെങ്കിൽ
ജി വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ m1 m2 എന്നല്ലേ എഴുതാൻ പറ്റുക. പിന്നെ തിരിച്ച് ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ സോ എഫിൻ്റെ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, ലെങ്ത് ആണ്. സോ ഇറ്റ് വിൽ ബി എൽ അല്ലേ എൽ സ്ക്വയർ, ഇതിൻ്റെ കെ ജി എം സ്ക്വയർ. സോ ന്യൂട്ടൺ what will be the answer? Newton meter square by Newton kg അല്ലേ, Newton kg square by meter square. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫോർമുല എഴുതുക, ന്യൂട്ടൻ്റെ യൂണിറ്റ് എഴുതുക, ലെങ്ത് സ്ക്വയർ ബൈ എം സ്ക്വയർ. ന്യൂട്ടണിൽ നമുക്ക് എഴുതാൻ അറിയാമല്ലോ, ന്യൂട്ടൺ ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ് വിൽ ബിക്കം എം, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇറ്റ് ഈസ് എൽ s to the power -2. സോ ഇങ്ങനെ എഴുതിയാൽ മതി, എഴുതാം. ന്യൂട്ടന് വരെ നമുക്ക് എം എൽ എസ് അല്ല ടി ടു ദ പവർ -2 ഇൻറ്റു എൽ ടു ദ പവർ സ്ക്വയർ ബൈ എം സ്ക്വയർ. ഒരു എം ക്യാൻസൽ ചെയ്തു. സോ ഇറ്റ് ബിക്കംസ് m - 1 എൽ ക്യൂബ് ടി ടു ദ പവർ -2. ഇതാണ് നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷൻ ഫോർ ജി. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി, അത് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. സോ ജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ആർ എന്തായാലും മാറിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. പിന്നെ ഇങ്ങനെയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. പിന്നെ നമുക്ക് ഇതിന് ശേഷം വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, എസ്കേപ്പ് വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, മാസ് തന്നിട്ടുണ്ടാവും, m2 g ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. അത് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേമാതിരി തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണെന്ന് ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു ബോഡിക്ക് ചുറ്റിനും ആ ബോഡി കൊണ്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഫീൽഡിൽ മാത്രമേ അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ വെയിറ്റ് കൂടിയാൽ അറിയാമല്ലോ. അത് ഇതാണ് ഡിസ്റ്റൻസ് എന്ന്. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബോഡി ഇതാണ് ആറ്. സോ ആറ് വളരെ ഇതിപ്പോൾ ആറ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ലേ ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞപ്പം ഒരുപാട് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, ഡബിളാണ് കുറയുന്നത്, സ്ക്വയറിലാണ് കുറയുന്നത്. വളരെ അടുത്താണെങ്കിൽ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റത്തില്ല. അപ്പോൾ അതേമാതിരി തന്നെ ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം, രണ്ട് ബോഡി ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഏത് പോയിന്റിലാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ രണ്ട് ബോഡിയുടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയി വരാം. കാരണം ഈ ഫോഴ്സ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് തിരിച്ചാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഈ ഫോഴ്സ് ഇങ്ങോട്ട് പോകുന്നു. ഇത് രണ്ടും കൂടെ ഈക്വൽ ആയിരിക്കുന്ന ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇത് രണ്ടിനും മ്യൂച്വലി അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. ആ പോയിന്റ് കാണാൻ ചിലപ്പോൾ ചോദിക്കും. അത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം. ഒരു പോയിന്റ് കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് ഒരുപാട് ബോഡീസ്, അതായത് ഒരു ട്രയാങ്കിൾ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 3 മാസ് ഉണ്ട്. ഈ എവറിത്തിങ് ഈസ് സെയിം, എം ആണ്. അപ്പോൾ അതിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഒരു ഈ സിമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെയൊക്കെ ഒരു 4 പോയിന്റ് ലോഡ് ഇങ്ങനെ 4 ബോഡി ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, ഇതുകൊണ്ട് അട്രാക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു യൂണിറ്റ് മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇതിനിങ്ങോട്ട്. ഇതിൻ്റെ കേസിൽ ഇതിനിങ്ങോട്ടുണ്ട്. ഈ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. സോ ഈ മാസിൽ നിന്ന് ഇങ്ങോട്ട്, ഇതൊരു യൂണിറ്റ് മാസാണെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായത്. സിമെട്രിക്കലും ആണ്, ക്ലോസ്ഡ് ആണ്. കാരണം ഇത് സ്ക്വയർ ആണെങ്കിൽ ഈ പോർഷൻ സ്ക്വയർ ഈ സൈഡ് ഇവിടെ ഈ സൈഡ് എ, അതായത് എല്ലാം സിമെട്രിക്കലായിട്ടുള്ള ഫിഗർ ആണെങ്കിൽ അതിൻ്റെ നടുക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡോ എവറിത്തിങ് ഈസ് 0 ആയിരിക്കും. അതൊന്ന് ഓർത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ക്ലോസ്ഡ് സിമെട്രിക്കലായിട്ടുള്ള ആയിട്ടാണ് ഈ മാസ് ഇരിക്കുന്നതെങ്കിൽ നോർമൽ കേസിലും ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് F1 ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഫോഴ്സ് F1, ദിസ് വൺ ഈസ് F2, F1, F2, F3, F4. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് F1 + F2 + F3 + F4. എല്ലാം വെക്ടറാണ്. സോ വെക്ടർ ആകുമ്പോൾ എന്താണ്, അതിന് ഡയറക്ഷൻ വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ XY കമ്പോണൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനൊരു കമ്പോണൻ്റ് ഉണ്ട്, ഇങ്ങനൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ
ജസ്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സ് വൈ കമ്പോണൻറ്റ് ആഡ് ചെയ്ത് വരുമ്പോൾ ഇൻ എഫക്റ്റ് ഇതെല്ലാം 0 ആയിട്ട് മാറും. വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ, എക്സാക്ട് സെൻറ്ററിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡോ ഇലക്ട്രിക് ഫോഴ്സോ എന്ന് പറയുന്നത് എവറിത്തിങ് ഈസ് 0. കാരണം അതിൻ്റെ എല്ലാം സമ്മേഷൻ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് 0. 2025 കീമിൽ ചോദിച്ചൊരു പ്രോബ്ലമാണിത്. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ സോളിഡ് സ്ഫിയർ. രണ്ടെണ്ണം ഉണ്ട്, ഐഡൻറ്റിക്കലാണ്, സോളിഡ് സ്ഫിയർ ആണ്. ഓഫ് ഈച്ച് ഓഫ് റേഡിയസ് ആർ. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 ആണ് തന്നിരിക്കുന്നത്. കെപ്റ്റ് ഇൻ കോൺടാക്ട് ഈസ് എഫ്. അപ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ സോളിഡ് സ്ഫിയർ രണ്ടും കൂടെ കോൺടാക്റ്റിലാണ്, മുട്ടിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ റേഡിയസ് ഈസ് ആർ. അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എഫ് ആണ്, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇഫ് ദ ഡിസ്റ്റൻസ്, വേറൊരു ഫോഴ്സ് നമുക്ക് വേറെ പറഞ്ഞിട്ടില്ല. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റേഴ്സ് ഈസ് മെയ്ഡ് 4r. അപ്പോൾ ആ 4r രണ്ട് സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് 4r ആക്കിയാൽ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? പിള്ളേർ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ സിമ്പിളാണ്, പക്ഷെ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ കാണുമ്പോൾ തന്നെ ചാടി ഓടി അങ്ങ് 6 എന്ന് എഴുതിപ്പോവും. അപ്പോൾ രണ്ട് ഈക്വൽ മാസ് ഉള്ള, ദിസ് ഈസ് ഓൾസോ എം, ദിസ് ഈസ് ഓൾസോ എം, എന്നിട്ട് ഇതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് ആർ. സോ വാട്ട് ഈസ് അവർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഈസ് Gm1m2/r². സോ വാട്ട് വിൽ ബി അവർ m1 ഈസ് ഈക്വൽ ടു m2, രണ്ടും m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആർ ഹിയർ? ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദീസ് ടു. സോ ആർ ഈസ് ഹിയർ ഈസ് 2r ആണ് കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ അത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. കാരണം നമ്മൾ അറിയാണ്ട് ഇവിടെ ഈ r² സ്വന്തമായിട്ട് അങ്ങ് r ഇട്ടു. കാരണം ബട്ട് ദ റേഡിയസ് ഓഫ് ദിസ് വൺ ഈസ് ആർ, ദിസ് വൺ ഈസ് ആർ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r ആണ്. അപ്പോൾ 2r ശ്രദ്ധിക്കുക. സോ ഹിയർ r ബിക്കംസ് 2r. രണ്ടും r എഴുതിയോണ്ടാണ് പ്രശ്നമായത്. അതർവൈസ് നമുക്കിത് ക്യാപിറ്റൽ r² കൊടുക്കാം. സോ ദിസ് വൺ ഈസ് r². സോ ഹിയർ r ഈസ് ഈക്വൽ ടു, ഹിയർ അവർ, അപ്പോൾ ശരിയാകുമോ? സോ ഹിയർ അവർ r ഈസ് 2r ആണ്. അത് നോക്കിയാൽ മതി. സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ G ഇൻറ്റു m ഇൻറ്റു m, അതായത് m²/2r ദ ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അതാണ് F1. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? F2ൻ്റെ കേസിൽ പറഞ്ഞേക്കുന്നത് ഇറ്റ് ബിക്കംസ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഇപ്പോൾ ഇതിനെ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദിസ് ഈസ് എം, ദിസ് ഈസ് എം, അത് മാറ്റില്ല. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ആസ് 4r. ആ ഡിസ്റ്റൻസ്, ഈ 2r എന്നുള്ളതിനെ 4 ആക്കി. പക്ഷേ 2r എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് F2 എന്ന് പറയുന്നത് ബിക്കംസ് G ഇൻറ്റു m²/r². ഇവിടെ 4r ആണ്, 4r² 4r ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ F2. അപ്പോൾ നമുക്ക് F2/F1 എടുത്താലോ? അത് തിരിച്ചെടുക്കണോ? ഓക്കെ, വാട്ട് ഈസ് F2 എന്ന് ചോദിച്ചിരിക്കുന്നത്? F2/F1 ഈസ് ഈക്വൽ ടു Gm²/4r ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ Gm²/2r ദ ഹോൾ സ്ക്വയർ. Gm² ക്യാൻസൽ ചെയ്യും, r² ക്യാൻസൽ ചെയ്യാം. നമുക്ക് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2r² മുകളിൽ വരും അല്ലേ, തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 2r² ഡിവൈഡഡ് ബൈ 2r ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4r ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യാം. 4r² ഡിവൈഡഡ് ബൈ 16 r² ക്യാൻസൽ ചെയ്തോ 4. സോ ഇറ്റ് ബിക്കംസ് 1/4. സോ F2/F1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/4. സോ F2 അല്ലേ ചോദിച്ചത്? F2 ഈസ് ഈക്വൽ ടു F1/4. F1/4 കാരണം എന്തായാലും ഇത് കുറവായിരിക്കും, എന്തായാലും F1-നേക്കാളും കുറവായിരിക്കും F2. സോ F1/4. F1 എന്നുള്ളത് ഇവിടെ F എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ F/4. ഫസ്റ്റ് കേസിൽ F ആണെന്ന് എടുത്തിട്ടുണ്ടല്ലോ. സോ ഇറ്റ് ഈസ് F/4. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ ബിറ്റ്വീൻ, ഇത് രണ്ടും ഇൻ കോൺടാക്റ്റ് ആണ്, ഇൻ ബിറ്റ്വീൻ. സോ ഇതിൻ്റെ കേസിൽ ഇത് മാറി എന്ത് വേണമെങ്കിലും തരാം നമുക്ക്. അപ്പോൾ ഈ ഒരു മോഡലുള്ള പ്രോബ്ലമേ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ ഓർക്കുക. G ഇൻറ്റു m1 m2/r². r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ്. ഏതെങ്കിലും രണ്ട് ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ
ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ ബിറ്റ്വീൻ. ആ ആർ എന്ന് പറയുന്നത് ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ബോഡിയിൽ നമ്മൾ അറിയാണ്ട് ഈ റേഡിയസിനെ ഇത് ചുമ്മാ അത് തെറ്റിക്കാനാണ് നമ്മളോട് ഇവിടെ 6ഉം 4R തന്നേക്കുന്നത്. നമ്മൾ അറിയാണ്ട് 6 എഴുതിപ്പോവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സുഖമായിട്ട് നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി അതുകൊണ്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുമാതിരി വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിത് ചെയ്യണം. നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അടുത്തത് BPharm 2025 വന്നൊരു പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവണം, ചെയ്യാനുള്ളൊരു സ്പീഡും നമുക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. 2 ബോഡീസ് ഓഫ് മാസ് M and 4M. അപ്പോൾ 2 ബോഡി ഉണ്ട്. ഒരു ബോഡിയുടെ മാസ് പറഞ്ഞിട്ടുണ്ട് M ആണ്, അടുത്ത ബോഡിയുടെ മാസ് 4M. ദേ ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X. അത് രണ്ടും കൂടെ ഒരു X ഡിസ്റ്റൻസ് എപ്പാർട്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് സെൻറ്റർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. സെൻറ്റർ പ്രത്യേകം പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഇസ് X. ദ ഡിസ്റ്റൻസ് ഓൺ ദ ആക്സിയൽ പോയിന്റ്, ആ പോയിന്റിൽ തന്നെ ഫ്രം എമ്മിൽ നിന്നും അറ്റ് വിച്ച് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഈസ് 0. എമ്മിൽ നിന്ന് ഏതോ ഒരു പോയിന്റ് മാറിക്കഴിയുമ്പം ഗ്രാവിറ്റേഷൻ ഫീൽഡ് ബിക്കം 0. ആ 0 ആകുന്നത് എങ്ങനെയാണ് അത് പറയാം. ദിസ് ഈസ് M. ഒരു മാസ് M ഉണ്ട്, നെക്സ്റ്റ് മാസ് 4M ഉണ്ട്, അതിനേക്കാൾ വലുത്. അപ്പം രണ്ടിൻ്റെയും കൂടെ ഫോഴ്സ് ഉണ്ടല്ലേ. ഇത് ഈ പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ദർ ഇസ് എ ഫോഴ്സ് ഓഫ് ഇത് അങ്ങോട്ട് അട്രാക്റ്റഡ് ആവുന്നു, തിരിച്ച് ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവുന്നു. 2 ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു പോയിന്റിൽ ഈ 2 ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ എന്താകും? ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിക്കം 0. അത് ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഡിസ്റ്റൻസ് ആണ്, ഈ 2 സെൻറ്റർ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഞാൻ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നില്ല, ഇൻ ബിറ്റ്വീൻ എടുക്കാം. എന്തുമായാലും മതി, സെൻറ്റർ ആയാലും ഇൻ ബിറ്റ്വീൻ ആയാലും എന്തുമായാലും ദാറ്റ് ഈസ് X. അത് നമ്മളോട് ചോദിച്ചേക്കുന്നത് അറ്റ് എ പോയിന്റ് ഫോഴ്സ് ബിക്കംസ് 0. ഫോഴ്സ് 0 ആകുന്ന ഒരു പോയിന്റാണ് നമ്മളോട് ചോദിച്ചത്. കാരണം ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിൽ പ്ലസ് എടുക്കാം, ഈ ഡയറക്ഷനിൽ മൈനസ് എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു നൾ പോയിന്റ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്? ഫ്രം M. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് ഇതിനൊരു D എന്ന് എടുക്കാം. അപ്പോൾ ഇത് D ആണെങ്കിൽ ടോട്ടൽ X ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് X മൈനസ് D. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എല്ലാ ഫിസിക്സിലും നമുക്ക് എല്ലാത്തിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇക്വേഷൻ ഓർമ്മയുണ്ടാവണം. പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. സോ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് G ഇൻറ്റു M1 M2 ബൈ R². അപ്പോൾ എബൌട്ട് ദ കേസ്, ഫസ്റ്റ് കേസ് 1. കേസ് 1ൻ്റെ കേസിൽ അവർ F1 ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? G ഇൻറ്റു, അപ്പോൾ നമുക്കൊരു പോയിന്റ്, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിൽ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് വിചാരിക്കുക. സോ G ഇൻറ്റു M ഇൻറ്റു M, GM ബൈ ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ G ഇൻറ്റു M1 ഇൻറ്റു വാട്ട് ഈസ് അവർ M1 ഈസ് ഈക്വൽ ടു 4M വരും അല്ലേ. അവർ M1 ഈസ് ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ GMH മാത്രമാണ്, GMH എഴുതിയാലും ഓക്കെ, ഇത് വിചാരിച്ചാൽ മതി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതായത് ഇവിടെ വരുമ്പോൾ അത് 0 ആയിട്ട് വരും. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്തായാലും ഇവിടെ നമ്മൾ യൂണിറ്റ് മാസ് വെക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ യൂണിറ്റ് മാസ് ഈ പോയിന്റിൽ വരും. ഈ പോയിന്റിലല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റിൽ വരുമ്പം ഇറ്റ് ഈസ് M അല്ലെങ്കിൽ M യൂണിറ്റ് എന്ന് വിചാരിക്കുക. ബൈ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? D². ഓക്കെ, ഇത് നമുക്കൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ F2, രണ്ടാമത്തെ കേസ് 2 എന്ന് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് G ഇൻറ്റു അവർ M2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4M. അവിടെ നമുക്കൊരു യൂണിറ്റ് മാസ് വയ്ക്കാം. ഇൻറ്റു M ഡിവൈഡഡ് ബൈ ഇവിടെ M ഉള്ളേ, എമ്മും നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് മാസ് ആയതുകൊണ്ട് അതിനെ എടുക്കണ്ട. ഓക്കെ, ഈ X മൈനസ് D ദ ഹോൾ സ്ക്വയർ. ഇതൊരു 1 യൂണിറ്റ് എടുക്കുന്ന വിചാരിക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു, ഇതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടിൻ്റെ ഫോഴ്സ്, ഇതിൻ്റെ ഫോഴ്സ് ഇത്രയാണ് GM ബൈ GM ഇൻറ്റു D². ഹിയർ ഇറ്റ് ഈസ് G ഇൻറ്റു 4M ബൈ X മൈനസ് D². തിരിച്ചെഴുതിയാൽ ഇപ്പോൾ ഈവൻ M2 എഴുതിയാൽ പോലും അതും ക്യാൻസലായി പോകും. അവിടെ നിങ്ങൾ പേടിക്കേണ്ട. GM1 ഇൻറ്റു M2 ഈ പോയിന്റിൽ വരുന്നു, ഈ പോയിന്റിലാണ് നമുക്ക് വേണ്ടത്. സോ ഹിയർ ഇറ്റ് ഈസ് G ഇൻറ്റു 4M ബൈ X മൈനസ് D. അപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുന്നത് F1 ബിക്കംസ് F2 എന്നുള്ള പോയിന്റിലാണ് ഇത് എന്താവുന്നത്. ആ പോയിന്റിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല ഫീൽഡ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു E ഈസ് ഈക്വൽ ടു F/m. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് മാസ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മുടെ
ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ Gm/d² ആണ്. ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ G×4m. ഈ ഫോഴ്സ് ഇത് കൊണ്ട് ഇവിടെ ഒരു യൂണിറ്റ് മാസ് ഉണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ എം. എം എന്ന് പറഞ്ഞാൽ ഈ എം ആണ്. സോ ദാറ്റ് മീൻസ് ഇത് രണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കേ. E1 = E2 എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ കേസ്? G×m/d² ഫസ്റ്റ് d² തന്നെയല്ലേ, G×4m/x-d². അപ്പോൾ G ക്യാൻസൽ ചെയ്യാം, M ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 1/d. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ട്രിക്ക് പ്രയോഗിച്ചാലേ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോൾ. സോ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എഴുതാമല്ലോ. 2² ഡിവൈഡഡ് ബൈ x-d². സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/d² = 2/x-d². അപ്പോൾ ഹോൾ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 1/d = 2/x-d. സോ x-d = 2d. d അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3d = x. ആ d ആണ് നമ്മളോട് ചോദിച്ചത്. d = x/3. ഇത്രയല്ലേ ഉള്ളൂ. വാട്ട് ഈസ് ദ ആൻസർ? x/3. സെയിം ആണ്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാര്യം മാത്രമൊക്കെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് ചോദിച്ചേക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാസ് കൊണ്ട് എന്തുമാത്രം ഏരിയയിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് ഒരു യൂണിറ്റ് മാസ്. നമുക്ക് എവിടെയാണോ വേണ്ട അവിടെ നമ്മളൊരു യൂണിറ്റ് മാസ് വെക്കുക. എന്നിട്ട് ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ യൂണിറ്റ് മാസ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. അതായത് Gm1m2/m. അപ്പോൾ ഇവിടെ Gm/d² ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് Gm/r² അല്ലെങ്കിൽ d². എത്രയാണ്? Gm/d² ആണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ Gm/d². മറ്റേതിൻ്റെ G×4m/d². d²ന് പകരം d അല്ല, ഇവിടെ x-d. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്ന പോയിന്റ്. അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് രണ്ടിൻ്റെ ഉണ്ടാവില്ല. രണ്ടും നള്ളായി ക്യാൻസൽ ചെയ്ത് പോകും ആ പോയിന്റ്. ഇപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ നിന്ന്, അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആകുന്നത്, പിന്നെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടാവുക Gm/r². അത് വെച്ചിട്ട് ഇത് d ആണെന്ന് കരുതുക. അത് d ആണെങ്കിൽ ബാക്കി x-d. ഇതിന് പകരം ചിലപ്പോൾ ഇതിനകത്ത് 2 മീറ്ററോ 3 മീറ്ററോ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള സാധനം തരില്ല, എന്തിനെങ്കിലും സ്ക്വയർ ആയിട്ടുള്ളതേ തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അതങ്ങോട്ട് കണ്ടുപിടിക്കാം. കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഇത് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി ടോട്ടൽ സ്ക്വയർ എടുക്കുക, ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, രണ്ടിൻ്റെ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ബാലൻസ് വരുന്ന 1/d = 2/x-d ആയിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് d becomes x/3. ഓക്കെ. അപ്പോൾ x/3 ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് x/3 ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് 2x/3 ആയിരിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് പോയിന്റിൽ നിന്നാണ്? ഇവിടെ ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ മാസ് m. എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ x/3 എഴുതിയത്. തിരിച്ച് ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അത് d ആയിട്ട് എടുക്കുക, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് d ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് x-d വരും. അപ്പോൾ ഏത് രീതിയിലാണെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇത് 2020 കീമിലൊരു പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, പോസ് ചെയ്തിട്ട് എന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കാം. 2 identical objects, 2 identical objects ഉണ്ട്. each of mass 50 kg are kept at a distance of 50 cm apart on a horizontal table. The net gravitational force ആണ് ചോദിച്ചേക്കുന്നത് at the midpoint of their line joining their centers. അപ്പോൾ 2 മാസ് ഉണ്ട്. 2 മാസ് ഒരെണ്ണം ഒരു ടേബിളിലാണ് ഇത് രണ്ടും വെച്ചേക്കുന്നത്. on a table each of mass 50 kg. ഇത് 50 kg ആണ്. അതേമാതിരി തന്നെ അടുത്തൊരു സാധനവും ഒരു 50 kg ആണ്. രണ്ട് 50 kg ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് നമുക്ക് വിചാരിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെൻറ്റിമീറ്റേഴ്സ്, അതായത് 0.5 മീറ്റേഴ്സ്. അതാണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദെയർ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ്, ഇതിൻ്റെ മിഡ് പോയിന്റിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അതായത് ഫോഴ്സ് വി നോ F =
ജി ഇൻറ്റു m1m2/r². അപ്പം നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഐഡൻറ്റിക്കൽ ഫിഗേഴ്സ് ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള 0 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും, കാരണം ഈ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് പോകുന്നു, അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഇവിടെ ഒരു മാസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരുന്നു അല്ലേ, ഇതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരുന്നു. രണ്ടും ഈക്വൽ അല്ലേ, ഈക്വൽ മാസ്സാണ്. ഈ 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വേണം രണ്ടും തമ്മിൽ. അപ്പോൾ കറക്റ്റ് മിഡ് പോയിന്റിലെന്ന് വെച്ചാൽ ഇത് എത്രയും ഉണ്ടാവും, 25 സെൻറ്റിമീറ്റർ, ഇവിടെ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പം ഇറ്റ് ബിക്കം 0 ആണ് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങോട്ടുള്ള ഫോഴ്സും ഉണ്ടാവും ഇങ്ങോട്ടുള്ള ഫോഴ്സും ഉണ്ടാവും, രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇങ്ങോട്ടൊരു F1 ഉണ്ടാവും, ഇതും F1 ആയിരിക്കും. സോ ബട്ട് വെൻ വി ആർ ടേക്കിംഗ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം F1 ഇങ്ങോട്ട്. സോ F1 ഇത് ഇങ്ങോട്ടുള്ളത് പ്ലസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങോട്ടുള്ളത് മൈനസ് ആയിരിക്കും. സോ F1 മൈനസ് F1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ബിക്കം 0. സോ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒന്നും നോക്കണ്ട, കറക്റ്റായിട്ട് 0 എന്ന് പറഞ്ഞെടുക്കാം. രണ്ട് ഐഡൻറ്റിക്കലാണ്, രണ്ടിനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് 0 എന്ന് എടുക്കാം. ഇനി രണ്ടും ഐഡൻറ്റിക്കൽ അല്ല, നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞാൽ ഒരെണ്ണം M ആണ്, ഒരെണ്ണം 4M ആണ്, എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് വേറെ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ F1 ഇതിന്നുള്ള ഇവിടെ ഒരു യൂണിറ്റ് മാസ് വെച്ചിട്ട് ഇതിന്നുള്ള ഫീൽഡ് കണ്ടുപിടിക്കുക, അത് രണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ബട്ട് ഈ കേസിൽ രണ്ടും ഐഡൻറ്റിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡ് പോയിന്റിലെ ആണ് നമുക്ക് മിഡ് പോയിന്റിലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിഡ് പോയിന്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഡ്യൂ ടു ദിസ് വൺ ആൻഡ് ഡ്യൂ ടു ദാറ്റ് വൺ. രണ്ട് സെയിം ആണ് ബട്ട് ഓപ്പോസിറ്റ് നേച്ചർ. അതുകൊണ്ട് അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അവർ ആൻസർ ഈസ് 0. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.